പ്രൈസ് ദി ലോർഡ് കൂട്ടുകാരെ, എല്ലാവരും സന്തോഷമാണോ? നമുക്കിന്ന് പുതിയ ഒരു ക്ലാസ്സിലേക്ക് കിടക്കാം. എക്സൽ ഓൺലൈൻ സൺഡേ സ്കൂളിലേക്ക് എല്ലാവരും കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട മിഷണറിമാരെ കുറിച്ച് നമ്മൾ കേൾക്കുകയായിരുന്നു. ആ മിഷണറിമാരുടെ ജീവിതം നമുക്ക് വളരെയധികം പ്രയോജനമായിരുന്നു. നിരവധി കൂട്ടുകാർക്ക് അത് സന്തോഷമായി, അവരുടെ ഒരു പ്രോത്സാഹനമായി എന്ന് അറിയുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. നിങ്ങളിന്ന് ഈ പ്രോഗ്രാം കാണുമ്പോൾ ഒരു കാര്യം ഓർക്കുക, കൂട്ടുകാരിലേക്ക് ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായൊരു സുവിശേഷ പ്രവർത്തനമാണിത്. ഭവനങ്ങളിലായിരുന്നു നിങ്ങളിത് കാണുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകട്ടെ. ഈ കേൾക്കുന്ന കാര്യങ്ങൾ ഹൃദയസ്ഥമാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാനൊരു താല്പര്യം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ മിഷണറിമാരെ കുറിച്ച് കേൾക്കുകയായിരുന്നു. ഇന്നും ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു മിഷണറി വനിതയെക്കുറിച്ച് നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഐഡ എസ് കഡ്ഡർ എന്നാണ് ആ വനിതയുടെ പേര്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ധീര വനിത. ഭാരതത്തിൽ അമേരിക്കൻ മിഷണറിമാർ മെഡിക്കൽ ടീമായിട്ട് കടന്നു വന്ന നിരവധി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കടന്നു വന്നതിൽ ആ മിഷണറി പ്രവർത്തനം ചെയ്ത് ആതുര സേവന രംഗത്ത് പ്രവർത്തിച്ച ആ മിഷണറിമാരുടെ ഒരു മൂന്നാം തലമുറയായിട്ട് ജനിച്ച പെൺകുട്ടിയാണ് ഐഡ സ്കഡർ. 1870 ഡിസംബർ 9 റാണിപ്പറ്റിൽ നമ്മുടെ ഐഡ സ്കഡർ ജനിക്കുന്നത്. തൻ്റെ മുത്തച്ഛൻ ഒക്കെ ആതുര സേവന രംഗത്ത് ഡോക്ടറായിട്ട് പ്രവർത്തിച്ച ആളാണ്. ഐഡയുടെ പിതാവ് ഡോക്ടറായിരുന്നു. അപ്പോൾ ഐഡ ഈ ഭാരതത്തിൽ തന്നെ ജനിച്ച് വളർത്തപ്പെട്ട ആളാണ്. എന്നാൽ ഐഡയുടെ ആഗ്രഹം എന്താണ്? ഇവിടെ നിന്നും US കടന്നുപോയി അവിടെ പഠിച്ച് അവിടെ വളർന്ന് അവിടെ തന്നെ ഫാമിലിയും സെറ്റാകണമെന്നായിരുന്നു ഐഡയുടെ ആഗ്രഹം. പക്ഷെ ദൈവത്തിന് ഐഡയുടെ ജീവിതത്തെക്കുറിച്ച് മറ്റൊരു പ്ലാൻ ഉണ്ടായിരുന്നു. കൂട്ടുകാരെ, നിങ്ങൾക്കും നമുക്കും ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പ്ലാനിങ്ങുകളുണ്ട്. ദൈവത്തിനും പ്ലാനുകളുണ്ട്. ദൈവത്തിൻ്റെ പ്ലാൻ നടക്കുമ്പോൾ അത് ഏറ്റവും നല്ലതായിരിക്കും. അതിനുവേണ്ടി ആഗ്രഹിക്കുക. ദൈവമേ, അങ്ങ് എൻ്റെ ജീവിതത്തെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ, അത് ഏറ്റവും നന്നായിട്ട് നടക്കാൻ പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടം ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ ഐഡയുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് ഇഷ്ടമുണ്ടായിരുന്നു. ഐഡ ഈ ഭാരതത്തിലായിരിക്കുമ്പോൾ അവിടുത്തെ പരിസ്ഥിതികൾ കോളറ പിടിച്ച, കുഷ്ഠം രോഗം പിടിച്ച, അങ്ങനെ പ്ലേഗ്, ഇങ്ങനെയുള്ള ബാധകളിലൂടെ നിരവധി ആളുകൾ മരിക്കുന്നതെല്ലാം പലപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആശുപത്രിയിൽ വരുന്ന ചെറിയ ചെറിയ ക്ലിനിക്കുകളാണ് അവിടെ ഉള്ളത്. അതിലെല്ലാം വരുന്ന അവർക്കിടയിൽ പ്രവർത്തിക്കുന്ന മുത്തശ്ശനെയും പപ്പയെയും ഒക്കെ ഐഡ കണ്ടിട്ടുണ്ട്. ഐഡ ഒരിക്കൽ ഐഡയുടെ ജീവിതത്തെ തന്നെ മാറി മറഞ്ഞത്, ഐഡ പഠനശേഷം ഇവിടെ ആയിരിക്കുന്ന സമയത്ത് ഒരിക്കൽ ഒരു ദിവസം തന്നെ ഐഡയുടെ വീടിൻ്റെ വാതിൽക്കൽ ഒരു മുട്ട് കേട്ടു. ഐഡ വാതിൽ തുറന്നപ്പോൾ ഗർഭിണിയായൊരു സ്ത്രീ എന്തോ പ്രത്യേകമായ അസ്വസ്ഥതയാൽ ആയിരിക്കുക. അപ്പോൾ അവരെ നോക്കുവാനായിട്ട് പിതാവ് തയ്യാറായി. പക്ഷേ അവിടുത്തെ രീതി അനുസരിച്ച് വളരെയധികം ഈ പുരുഷന്മാർ സ്ത്രീകളെ നോക്കുന്നത്, പരിശോധിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ നോർത്തെ ഡോക്ടറാണ്, പരിശോധിക്കണ്ടേ, രോഗം മാറണ്ടേ. പക്ഷേ അവർക്കത് സമ്മതിക്കാൻ കഴിഞ്ഞില്ല. അവിടുത്തെ ആൾ നിരാശയോടെ വേദനയോടെ മടങ്ങിപ്പോയി. അങ്ങനെ ആ രാത്രിയിൽ തന്നെ 3ഓളം സഹോദരിമാർ മരണപ്പെട്ട് പിറ്റേന്ന് അവരുടെ ശവമഞ്ചം കൊണ്ടുപോകുന്നത് ഐഡ കണ്ടു. ആ രാത്രിയിൽ ഐഡ ചിന്തിച്ചു, ഒരു ലേഡി ഡോക്ടർ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു സ്ത്രീ ഡോക്ടറായിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഗ്രാമവാസികളെ സഹായിക്കാൻ കഴിയുമായിരുന്നല്ലോ. എന്തുകൊണ്ട് തനിക്ക് ആ ദൗത്യം ഏറ്റെടുത്തുകൂടാ? അങ്ങനെ അവൾ ആ തീരുമാനമെടുത്തു. അവളുടെ കുഞ്ഞു മനസ്സിലെ തീരുമാനം ദൈവം കണ്ടു. അവൾ US കടന്നു ചെന്ന് 1899 പഠനം പൂർത്തീകരിച്ച് 1900 ആയപ്പോഴേക്കും പുതിയൊരു സ്റ്റെപ്പിലേക്ക് വരികയാണ്. ഈ ഒരു ആശുപത്രി തുടങ്ങണമെന്നായിരുന്നു ഐഡയുടെ ആഗ്രഹം. പക്ഷേ എങ്ങനെ ആശുപത്രി തുടങ്ങും? സമ്പത്ത് വേണ്ടേ? ആരും ലോൺ കൊടുക്കാൻ തയ്യാറായില്ല. ഒടുവിൽ അവളുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി മിസ്റ്റർ ഷെൽ, അതിൽ നിന്ന് ബാങ്കർ അവരെ ഹെൽപ്പ് ചെയ്യാൻ മുമ്പോട്ട് വന്നു. $10,000 ആദ്യത്തെ ഗഡുവായി കൊടുത്തു. അങ്ങനെ ഐഡ തിരിച്ച് ഭാരതത്തിൽ വന്ന് അവിടെ ഒരു വെല്ലൂർ ഒരു ആശുപത്രി സ്ഥാപിക്കുകയാണ്. 1902 വെല്ലൂരിൽ ആശുപത്രി തുടങ്ങുക മാത്രമല്ല, പെൺകുട്ടികളെ എടുത്ത് അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. നഴ്സിംഗ് പഠിപ്പിക്കാൻ തുടങ്ങി. അവർക്ക് ക്ലാസ്സുകൾ കൊടുക്കാൻ തുടങ്ങി. ആതുര സേവന രംഗത്ത് നിരവധിയായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഐഡ അവരെ ട്രെയിൻ ചെയ്തു. നിരവധി കുഞ്ഞുങ്ങൾ, 100ലധികം കുഞ്ഞുങ്ങളെ തന്നെ എടുത്ത് അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഒത്തിരി സേവനങ്ങൾ അദ്ദേഹം ചെയ്തു. 1928 മഹാത്മാഗാന്ധി വെല്ലൂർ മെഡിക്കൽ കോളേജ് സന്ദർശിക്കുവാനായിട്ട് കടന്നു വന്നു. പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു കാര്യം, 2003 വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ സെൻ്ററായിട്ട് അത് മാറി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്തീയ ആശുപത്രിയാണ് വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ സെൻ്റർ.
അപ്പം അതുപോലെ ചെറിയൊരു പ്രവർത്തനത്തിൽ തുടങ്ങിയ ആളാണ്. ചെറിയൊരു പ്രവർത്തനം തുടങ്ങി, ഒരാഗ്രഹം അല്ലേ, ഒരു ഉള്ളിലൊരാഗ്രഹം തുടങ്ങി. ഐഡാസ് കട്ടർ തുടങ്ങിയതാണ്. പക്ഷേ ലോകത്തറിയപ്പെടുന്ന ഒരു ആശുപത്രിയായിട്ട് അത് മാറി, ഒരു ക്രിസ്ത്യൻ മെഡിക്കൽ സെൻ്ററായിട്ട് മാറി. ഇന്നും നിരവധി ആളുകൾ അതിനെ അഭയം പ്രാപിക്കുന്നു, നിരവധി ആളുകൾ പഠിക്കാൻ ചെല്ലുന്നു, നിരവധി ആളുകൾ ട്രെയിനിങ് എടുക്കുന്നു, നിരവധി ആളുകൾ അവിടെ രോഗസൗഖ്യത്തിനായി കടന്നു ചെല്ലുന്നു. 1960 മെയ് 23 89-ാമത്തെ വയസ്സിൽ ഐഡാസ് കട്ടർ വളരെ പ്രത്യാശയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഐഡയുടെ ജീവിതം ഒന്ന് പരിശോധിക്കൂ. സുഖ സൗകര്യങ്ങളിൽ ജീവിക്കാമായിരുന്നു, ഉപരിപഠനമൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് US തന്നെ താമസിക്കാമായിരുന്നു. പക്ഷേ ദൈവം ഒരു ദർശനം കൊടുത്തു. ഭാരതത്തിലെ യുവതികൾക്ക് വേണ്ടി, ഭാരതത്തിലെ രോഗികൾക്ക് വേണ്ടി, ഭാരതത്തിൽ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഐഡയുടെ ജീവിതം എന്നും നമുക്കൊരു മാതൃകയാണ്. ഐഡയുടെ ജീവിതം, ആ സേവനവും ആ പ്രവർത്തനവും ഇന്നും അനേകരുടെ ജീവിതത്തിൻ്റെ ഒരു പ്രോത്സാഹനമാണ്. ഐഡാസ് കട്ടർ ഇന്ന് നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നത്, ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? തൻ്റെ ഭവനത്തിൽ വന്ന് നിരാശയോടെ മടങ്ങിപ്പോയ, മരണത്തിലേക്ക് ആയിപ്പോയ ആ സ്ത്രീകളുടെ അനുഭവം, ആ കുടുംബത്തിൻ്റെ അനുഭവം, അവരുടെ കണ്ണുനീരവളെ ചലിപ്പിച്ചു. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇന്ന് പഠിക്കാൻ അവസരമുണ്ട്. എന്നാൽ പഠിക്കാൻ അവസരമില്ലാത്ത നിരവധി കുഞ്ഞുങ്ങളുണ്ട്. നിങ്ങൾക്കിന്ന് നല്ല വസ്ത്രങ്ങളുണ്ട്, നല്ല ഭക്ഷണമുണ്ട്, പാർപ്പിടമുണ്ട്. പക്ഷെ അതിന് അവസരമില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്. തെരുവോരങ്ങളിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെയൊക്കെ ഒന്ന് സഹായിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അവർക്ക് വേണ്ടി പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? പ്രിയ കൂട്ടുകാരെ, ഐഡാസ് കട്ടറിനെ പോലെ നിങ്ങൾക്കും പഠിച്ച് ഉയർന്ന വലിയ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ദൈവത്തിനോട് സമർപ്പിക്കൂ. ദൈവം വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തരും. പ്രത്യേകിച്ച് നമ്മുടെ ചെറിയ ആഗ്രഹങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ദൈവം അതിൻ്റെ മുകളിൽ പ്രവർത്തിക്കുവാൻ ഇടവരും. പ്രത്യേകിച്ച് എല്ലാ കൂട്ടുകാരെയും ഐഡാസ് കട്ടറിനെ പോലെ, പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളെല്ലാം ഈ ക്ലാസ് കേൾക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക. ഞങ്ങളും ഒരു പെൺകുട്ടി സാധാരണ ഒരു ജീവിതം നയിച്ച് ഒതുങ്ങിത്തീരുകയല്ല, ഒരു ജോലി ചെയ്ത് ഒതുങ്ങിത്തീരുകയല്ല. അതിലുപരി ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം നിങ്ങളെ കണ്ടിരിക്കുകയാണ്. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. ആ ദൈവത്തിൻ്റെ വിളി നിങ്ങൾ തിരിച്ചറിയുക. ദൈവത്തിന് എന്നെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ടെന്ന് മനസ്സിലാക്കുക. ആ ഉദ്ദേശം അനുസരിച്ച് പോവുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനമുണ്ട്, യോഹന്നാൻ 3:16, ബൈബിളിലെ താക്കോൽ വാക്യമാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് നൽകി എന്തിനു വേണ്ടിയാണ്? ഈ ലോകത്തെ രക്ഷിക്കാൻ. ഐഡാസ് കട്ടർ തൻ്റെ ജീവിതം നൽകി എന്തിനു വേണ്ടിയാണ്? അഗതികളായ ആളുകൾക്ക് വേണ്ടി. അപ്പോൾ ആ കർത്താവിൻ്റെ സ്നേഹമാണ് അവളെ അത്തരത്തിൽ നയിച്ചത്. സ്വന്തം പുത്രനെ ആദരിക്കാതെ ഈ ലോകത്തിന് വേണ്ടി തന്ന ദൈവത്തിൻ്റെ ആ സ്നേഹം അവളുടെ ഹൃദയത്തെ പിടിച്ചു. ആ ദൈവസ്നേഹത്തിൽ അവൾ ചലിച്ചു. ആ ദൈവസ്നേഹത്തിൽ അവൾ പ്രവർത്തനങ്ങൾ ചെയ്തു. അസാധ്യമായിരുന്നു ഒരു ആശുപത്രി തുടങ്ങുക എന്നത്. പക്ഷേ അത് അവളിലൂടെ ആ ബലഹീന കരങ്ങൾക്ക് ദൈവം ശക്തി കൊടുത്തു. പ്രിയ കൂട്ടുകാരെ, നമുക്കും ചില കാര്യങ്ങൾ അസാധ്യമെന്ന് ചിന്തിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഓർക്കുക, മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സകലവും സാധ്യം. ദൈവം നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടും മിറക്കിൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അത്ഭുതങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളിലൂടെയും വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊരു വചനം കേൾക്കാം. ഫിലിപ്പിയ ലേഖനം 4:13, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. ആ വചനം ഒന്നേറ്റ് പറഞ്ഞാട്ടെ. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഫിലിപ്പിയർ 4:13. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഐഡാസ് കട്ടറിനെ പോലെ ജീവിതത്തിൽ വലിയ ഉയർച്ചകളും നേട്ടങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ. ദൈവത്തിനോട് വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. വലിയ സംരംഭങ്ങൾ സ്ഥാപിക്കുക, സ്കൂളുകൾ സ്ഥാപിക്കുക, ബിസിനസ്സുകൾ, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുക. വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കുഞ്ഞുങ്ങളും കണ്ണടച്ച് പ്രാർത്ഥിച്ചാട്ടെ. ദൈവമേ, ഈ കൂട്ടുകാരെയൊക്കെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് നന്നായിട്ട് പഠിക്കാൻ സഹായിക്കണം, കൃപകൾ കൊടുക്കണം. കർത്താവ് കൊടുത്ത വലിയ ദർശനങ്ങളും പ്ലാനുകളും ഞങ്ങളുടെ പദ്ധതികളല്ല, ദൈവത്തിൻ്റെ പദ്ധതികൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ. ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ ആഗ്രഹങ്ങളും അല്ല, ദൈവത്തിൻ്റെ ആഗ്രഹം നടക്കട്ടെ. ദൈവമേ, അങ്ങയുടെ ശുശ്രൂഷകൾ ഞങ്ങളുടെ മേൽ വെളിപ്പെടുത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. എക്സൽ ഓൺലൈൻ സൺഡേ സ്കൂൾ എല്ലാവരെയും പരിചയപ്പെടുത്തുക. അതിൻ്റെ ലിങ്കുകൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. കൂട്ടുകാരെ പരിചയപ്പെടുത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.